കഥ സ്നേഹതീരം. രചന ശ്രീ തോമസ് കാവാലം. ശബ്ദം ശ്രീമതി ഷീല മോഹൻ. കർക്കിടക മാസം പിറന്നു. കുറച്ച് ദിവസങ്ങളായി മാറി നിന്നിരുന്ന മഴ വീണ്ടും എത്തി. ചുറ്റുവട്ടത്ത് എല്ലാവർക്കും ആ മഴ പരിഭ്രാന്തി നൽകി. കാരണം 20 വർഷങ്ങൾക്ക് മുൻപ് അനുഭവപ്പെട്ടതുപോലെയുള്ള വെള്ളപ്പൊക്കം ആ മഴയോടൊപ്പം വന്നു ചേർന്നു. തോമസ് കുട്ടിയും റോസിയും നേരത്തെ തന്നെ പള്ളിയിൽ എത്തിച്ചേർന്നു. അവരുടെ മകൾ ആഷ്ലിയുടെ വിവാഹമാണ്. വരനും കൂട്ടരും വരാൻ വേണ്ടി അവർ കാത്തിരുന്നു. നീ ചാടിക്കേറി ഒന്നും പറയരുത്, തോമസ് കുട്ടി റോസിക്ക് മുന്നറിയിപ്പ് നൽകി. അച്ചായ, ഇനിയും നമ്മൾ ഈ രഹസ്യം എത്രനാൾ സൂക്ഷിക്കും? വളരെ ഉദ്വേഗത്തോടെ റോസി ചോദിച്ചു. ജീവിത അവസാനം വരെ അവൾ അവൾക്കും നമ്മൾക്കും മാത്രം അറിയാവുന്ന രഹസ്യം. അത് അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട്. വിവാഹ നിശ്ചയത്തിന് മുൻപ് ആഷ്ലി തങ്ങളുടെ മകളല്ലെന്ന രഹസ്യം വരനോടും കൂട്ടരോടും പറയണമെന്ന് റോസി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ തോമസ് കുട്ടി അതിന് സമ്മതിച്ചില്ല. നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. 20 വർഷങ്ങൾ കടന്നുപോയത് ഒരു ദിവസം പോലെയാണെന്ന് അവൾക്ക് തോന്നി. കാലം അവളുടെ മുഖത്തും തലയിലും വരുത്തിയ മാറ്റങ്ങൾ ഒഴിച്ചാൽ മറ്റെല്ലാം സമാനമെന്ന് റോസിയുടെ മനസ്സ് മന്ത്രിച്ചു. വിവാഹം കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോയ്ക്കായി സ്റ്റേജിൽ നിൽക്കുമ്പോൾ റോസി ആഷ്ലിയെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറുകയിൽ ചുംബിച്ചു. തോമസ് കുട്ടി അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. പണ്ട് ഇതേപോലെ സ്റ്റേജിൽ ഫോട്ടോയ്ക്ക് നിൽക്കെ അവളെ പരിഹസിച്ച അവളുടെ ആന്റി താഴെ ദൂരെ നിന്ന് നോക്കുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് അവളുടെ മനസ്സിലൂടെ ആ വിവാഹവും അന്ന് നടന്ന സംഭവവും അതിനുശേഷം അവളുടെ ജീവിതത്തിലുണ്ടായ മാറ്റവും കടന്നുപോയി. ഒരു നാടകത്തിൽ എന്ന പോലെ വളരെ വ്യക്തമായി. ഇന്നത്തെ പോലെ അന്നും മഴ തുടങ്ങിയിട്ട് 3-ാം ദിവസമായിരുന്നു. റോസി, നമ്മൾ പോകണോ? ഈ മഴ ഒരു മുന്നറിയിപ്പ് പോലെ തോമസ് കുട്ടി പറഞ്ഞു. നമുക്ക് പോകാതിരിക്കാനാകുമോ അച്ചായ? അമേരിക്കയിലുള്ള എൻ്റെ ആന്റി നാട്ടിൽ വെച്ച് ഈ വിവാഹം നടത്തുന്നത് തന്നെ നമ്മളെയൊക്കെ ഓർത്തിട്ടാണ്. സംസാരത്തിനിടയിൽ റോസി നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഉടുത്തിരുന്ന പട്ടുസാരിയുടെ മുന്താണിയും അതിനടുത്ത ആഭരണങ്ങൾ ഒതുക്കിയിടുകയായിരുന്നു. തലേ ദിവസം ഫേഷ്യൽ ചെയ്ത മുഖത്ത് കുറേയധികം സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഇടുമ്പോൾ മുഖത്തെ നേരിയ ചുളിവുകൾ അവൾ ശ്രദ്ധിച്ചു. വയസ്സ് 40 കഴിഞ്ഞിരിക്കുന്നു. പഴയ സൗന്ദര്യം എല്ലാം മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. സാരിക്കും ബ്ലൗസിനും ചേർന്ന ലിപ്സ്റ്റിക്ക് വലത് കൈകൊണ്ട് ചുണ്ടിൽ തേച്ചു പിടിപ്പിക്കുമ്പോൾ അവളുടെ ഇടത് കൈ അറിയാതെ അടിവയറിനെ തഴുകുകയായിരുന്നു. വന്ധ്യ, അവളുടെ മനസ്സ് പറഞ്ഞു. തന്നെ കാണുന്നവരെല്ലാം ദുഷ്ടലാക്കോടെ നോക്കിയിരുന്നു. ചിലർ ശാപമായും മറ്റു ചിലർ വിധിയായും ഇനിയും ചിലർ പൂർവ്വജന്മഫലമായും കരുതി. കുറേ ആശുപത്രികൾ, കുറേ ചികിത്സകൾ, കുറേ പ്രാർത്ഥനകൾ, ഒന്നും ഫലം കണ്ടില്ല. ആ വിഷമം പുറമെ ഒരിക്കലും പ്രകടിപ്പിക്കാതിരുന്നത് തോമസ് കുട്ടിയായിരുന്നു. എന്നാൽ റോസിയുടെ ഉള്ളിൽ ആ ശൂന്യത അന്നും ജീവനോടെ ഉണ്ടായിരുന്നു. 90 കഴിഞ്ഞ സാറ പ്രസവിക്കുമോ? ബൈബിളിൽ എവിടെയോ വായിച്ച വാചകം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല, അവളുടെ മനസ്സ് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അലമാരിയിൽ നിന്നും അവളുടെ ആന്റി വിവാഹം ക്ഷണിക്കാൻ വന്നപ്പോൾ കൊടുത്ത മുന്തിയ തരം പെർഫ്യൂം സാരിയിലും ബ്ലൗസിലും ദേഹമാസകലവും അടിച്ചുകൊണ്ടിരുന്നു. എന്താ ഇത്? ശവത്തിൽ അടിക്കുന്നത് പോലെ അടിക്കാതെ റോസി. പെർഫ്യൂമിന്റെ വാസന സഹിക്കാനാവാതെ തോമസ് കുട്ടി പറഞ്ഞു. വേഗം ഇറങ്ങിക്കോ, മഴയും വെള്ളപ്പൊക്കവും വരുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. കാറിലിരിക്കുമ്പോൾ റോസി വളരെ ശ്രദ്ധിച്ചു, പുതിയതായി കല്യാണത്തിന് വേണ്ടി വാങ്ങിക്കൊടുത്ത സാരി ചുളുങ്ങാതിരിക്കാൻ. അപ്പോഴും മഴ ചന്നം ഭിന്നം പെയ്തുകൊണ്ടിരുന്നു. ഇടവഴി കഴിഞ്ഞ് പ്രധാന റോഡിലേക്ക് കയറിയപ്പോൾ റോഡരികിൽ നിന്നൊരു പോലീസുകാരൻ കൈ കാണിച്ചു. പെട്ടെന്ന് തോമസ് കുട്ടി കാറ് നിർത്തി. കാറിന്റെ ഗ്ലാസ് ഡോർ താഴ്ത്തി തോമസ് കുട്ടി തല പുറത്തേക്കിട്ടപ്പോൾ പോലീസുകാരൻ വിളിച്ചു പറഞ്ഞു. സാറേ, സൂക്ഷിക്കണം, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അച്ചായ, വേഗം വിട്ടോ, കല്യാണം. റോസി പിൻസീറ്റിലിരുന്ന് തോമസ് കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു. തോമസ് കുട്ടി കാർ റോഡിലൂടെ പായിച്ചു. വെള്ളത്തിലൂടെ പോകുന്ന ഒരു സ്പീഡ് ബോട്ട് പോലെ. ചീറിപ്പായുന്ന കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ റോസ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പ്രകൃതി ഇത്രയും ഭീകരമാകുമോ? അവൾ സ്വയം ചോദിച്ചു. അന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ആ യാത്ര ഒരു വിവാഹത്തിലേക്ക് മാത്രമല്ല, അവരുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു വിധി നിർണായക നിമിഷത്തിലേക്കാണെന്ന്.
ഹോ, രക്ഷപ്പെട്ടു. വെള്ളക്കെട്ട് ഏകദേശം കടന്നു കഴിഞ്ഞപ്പോൾ തോമസ് കുട്ടി ആശ്വാസം പ്രകടിപ്പിച്ചു. പിന്നെയും അരമണിക്കൂർ. ഒരു വിധം വിവാഹത്തിന് സമയത്ത് പള്ളിയിൽ എത്തിച്ചേർന്നു. പള്ളിയിലെ കെട്ടും പാരിഷ് ഹാളിലെ വിവാഹ വിരുദ്ധം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം സമയം 2 മണിയായിരുന്നു. വധുവരന്മാർ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ തോമസ് കുട്ടിയെയും റോസിയെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചു, ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാൻ. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫർ താഴെ നിന്ന് വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഒന്ന് ചിരിച്ചേ. തോമസ് കുട്ടി ചിരിച്ചുകൊണ്ട് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖം അപ്പോഴും വളരെ മ്ലാനമായിരുന്നു. അതിന്റെ കാരണം തോമസ് കുട്ടി ഊഹിച്ചു. ദൈവം അനുവദിച്ചിരുന്നെങ്കിൽ ഒരു മകനോ മകളോ ആ സത്യം തോമസ് കുട്ടിയെയും വേദനിപ്പിച്ചിരുന്നു. പക്ഷെ റോസിയുടെ മുഖം അത് എപ്പോഴും വിളിച്ചു പറഞ്ഞിരുന്നു. അതിനൊക്കെ ഒരു യോഗം വേണം, കുറെ കാശും പത്രാസും ഉണ്ടായിട്ട് കാര്യമില്ല. ഫോട്ടോ എടുക്കുമ്പോൾ മുൻവശത്ത് കസേരയിൽ ഇരുന്നു കൊണ്ട് അവളുടെ ആന്റി അത് പറഞ്ഞപ്പോൾ ആ ഒരു അമ്പ് ഹൃദയത്തിൽ തറച്ചതുപോലെ റോസ് പിടഞ്ഞു. പക്ഷെ ആ വാക്കുകൾ അവൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു. റോസി, നീ ഫോട്ടോ ചളമാക്കരുത്, തമാശ രൂപേണ തോമസ് കുട്ടി റോസിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട റോസി മുഖം കുനിച്ചൊരു ചെറിയ ചിരി മുഖത്ത് വരുത്തി. സ്റ്റേജിൽ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ തോമസ് കുട്ടി പറഞ്ഞു, റോസി, നമ്മുടെ പോക്ക് വളരെ കഷ്ടത്തിലായിരിക്കും. നമ്മൾ വന്ന റോഡ് മുഴുവൻ വെള്ളത്തിനിടയിലായെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. റോഡിന്റെ നല്ലൊരു ഭാഗം വരെ യാത്ര സുഗമമായിരുന്നു. പക്ഷെ നേരത്തെ താഴ്ന്ന പ്രദേശത്തുകൂടി കടന്നുപോയ ഭാഗം നന്നേ വെള്ളത്തിനടിയിലായിരുന്നു. 1-2 ടോറസുകൾ മാത്രം അത്യാവശ്യത്തിന് രോഗികളെയും കയറ്റിക്കൊണ്ട് കടന്നുപോയിരുന്നു. നാട് മുഴുവൻ പ്രളയത്തിലാണ്. പെട്ടെന്നുള്ള മഴ, വണ്ടി പോകില്ല. വണ്ടി റോഡിന്റെ ഒരു സൈഡിലെ ഒരു മരത്തിന്റെ താഴെ മാറ്റിയിട്ടിട്ട് തോമസ് കുട്ടി പറഞ്ഞു. റോസി കാറിനകത്ത് തന്നെ കാത്തിരുന്നു വെള്ളം ഇറങ്ങാൻ. പെട്ടെന്നായിരുന്നു ഒരു ചെറിയ ജനക്കൂട്ടം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. റോഡിന്റെ ആ വശത്ത് തന്നെ അല്പം താഴോട്ട് മാറി ഒരു കുടിലിനെ ലക്ഷ്യമാക്കി ആളുകൾ പൊയ്ക്കൊണ്ടിരുന്നു. ആ കാഴ്ച കണ്ട് തോമസ് കുട്ടിക്ക് ആകാംക്ഷയായി. അവിടെ അപകടം എന്തെങ്കിലും, അതോ മരണമോ? പെട്ടെന്ന് കാറിന്റെ വാതിൽ തുറന്ന് തോമസ് കുട്ടി പുറത്തേക്കിറങ്ങി ആ കുടിലിനെ ലക്ഷ്യമാക്കി നടന്നു. റോസി കൂടെ പോകാൻ ആഗ്രഹിച്ചെങ്കിലും ഒന്ന് മടിച്ചു. തന്റെ പുതിയ പട്ടുസാരി നാശം ആകുമെന്ന് അവൾ ഭയപ്പെട്ടു. കുടിലിലെ കാഴ്ച കണ്ട് തിരിച്ചു വന്ന തോമസ് കുട്ടി ദുഃഖത്തോടെ പറഞ്ഞു, ഓ, വളരെ ദയനീയമാണ് അവിടുത്തെ സ്ഥിതി. ഏകദേശം 12, 10, 7 വയസ്സ് പ്രായമുള്ള 3 പെൺകുട്ടികൾ വാവിട്ട് കരയുന്നു. കുറെ ആളുകൾ അവരുടെ ചുറ്റും നിൽപ്പുണ്ട്. അവരുടെ അച്ഛനെയും അമ്മയെയും കരണ്ടടിച്ചു മരിച്ചിട്ടുണ്ടാകും. അല്പം മുൻപ് നമ്മൾ കണ്ട ടോറസ് അവരെയും കൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോയത്. വളരെ വേദനയോടെ തോമസ് കുട്ടി റോസിയോട് പറഞ്ഞു. അപ്പോഴും റോസിയുടെ മനസ്സ് മടിച്ചു കാറിൽ നിന്നിറങ്ങി ആ രംഗം വീക്ഷിക്കാൻ. പെട്ടെന്ന് റോസി വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. അവൾ ഉടുത്തിരുന്ന പട്ടുസാരി മുകളിലേക്ക് പൊക്കിപ്പിടിച്ചു. ചെറിയ തോതിൽ പെയ്തിരുന്ന മഴയിൽ നിന്നുള്ള രക്ഷയ്ക്കായി തോമസ് കുട്ടി കയ്യിൽ കരുതിയിരുന്ന കുട നിവർത്തി റോസിയുടെ തലയ്ക്ക് മുകളിൽ പിടിച്ചു. മുട്ടറ്റം വെള്ളത്തിൽ നീന്തി റോസി ആ കുടിലിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. 3 പെൺകുട്ടികൾ അരയറ്റം വെള്ളത്തിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് അലമുറയിടുന്നു. റോസി അവരുടെ അടുത്തേക്ക് ചെന്ന് 3 പേരെയും കെട്ടിപ്പിടിച്ചു. ആവുന്ന വിധത്തിൽ അവരെ ആശ്വസിപ്പിച്ചു. അതുവരെ അവൾ പൊക്കിപ്പിടിച്ചിരുന്ന പട്ടുസാരി വെള്ളത്തിൽ മുങ്ങിപ്പോയത് അവൾ ശ്രദ്ധിച്ചില്ല. അത്രയധികം തീവ്രമായിരുന്നു അവരുടെ വികാര പ്രകടനം. ഡാമിൽ കെട്ടി നിർത്തിയിരുന്ന വെള്ളം പുറത്തേക്ക് വരുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ കെട്ടി നിർത്തിയിരുന്ന സ്നേഹം ആ പെൺകുട്ടികളിലേക്ക് പ്രവഹിച്ചു. ഏതാണ്ട് പാതിരാത്രി ആയപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങി. അവർ വീട്ടിലേക്ക് മടങ്ങി. പക്ഷെ വീട്ടിലെത്തിയ റോസിക്ക് അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് വൈകിട്ട് വീണ്ടും തോമസ് കുട്ടിയെയും കൂട്ടി റോസി ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. അപ്പോഴേക്കും മരിച്ച അച്ഛന്റെയും അമ്മയുടെയും ശവസംസ്കാരം കഴിഞ്ഞിരുന്നു. അവിടെ കൂടിയിരുന്നവർ ഈ 3 പെൺകുട്ടികളെ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഏതെങ്കിലും അഗതി മന്ദിരത്തിലാക്കണമെന്ന് എല്ലാവരും വാദിച്ചു. 3 പേരിൽ ഏറ്റവും ഇളയവൾ ചില പരിമിതികൾ ഉള്ളവളായിരുന്നു. അവളുടെ ഒരു കണ്ണ് പാതി അടഞ്ഞതായിരുന്നു. ആ കണ്ണിന് പൂർണ്ണമായ കാഴ്ചശക്തിയും ഉണ്ടായിരുന്നില്ല. റോസിയുടെ കണ്ണുകൾ ആ കുരുന്ന് ജീവനിൽ തറച്ചു. റോസിയിലെ അമ്മ എങ്ങനെയോ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. പ്രസവിച്ചില്ലെങ്കിലും അവൾക്കൊരു അമ്മയാകാൻ കഴിയുമെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ആർക്കും വിരോധമില്ലെങ്കിൽ ഏറ്റവും ഇളയവളെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. നിയമാനുസൃതമായി അവളെ ദത്തെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. റോസി അവിടെ കൂടി നിന്നവരോടായി പറഞ്ഞു. തഹസീൽദാർ ഉൾപ്പെടെ അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരും പരസ്പരം നോക്കി. അവളുടെ മൂത്ത 2 ചേച്ചിമാരെ കെട്ടിപ്പിടിച്ച് അവൾ കുറച്ചു നേരം കരഞ്ഞു. അപ്പോൾ റോസ് തഹസീൽദാരോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ അവളെ കൊണ്ടുപോവുകയാണ് സാർ. ദത്തെടുക്കലിന് വേണ്ട നടപടികളൊക്കെ ഞാൻ പിന്നീട് ചെയ്തു കൊള്ളാം.
പോകുന്ന വഴി റോസ് ചോദിച്ചു, എന്താ നിന്റെ പേര്? മഞ്ജു. അവൾ മറുപടി പറഞ്ഞു, നിന്നെ ഞാൻ ആഷ്ലി എന്ന് വിളിക്കും, നിനക്ക് വിരോധമുണ്ടോ? ആ പേര് റോസിയുടെ മരിച്ചുപോയ അനുജത്തിയെ ഓർമ്മിപ്പിച്ചിരുന്നതാണ് അവൾക്ക് ആ പേരിനോട് പ്രതിപത്തി ഉണ്ടാകാൻ കാരണം. മഞ്ജു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞ് ശിശുക്ഷേമ സമിതിക്കാർ കുട്ടിയെ തിരികെ കൊണ്ടുപോയി. അപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ഡയറക്ടർ പറഞ്ഞു, നിങ്ങളുടെ പ്രായപരിധിയും നിലവിലുള്ള ദത്തെടുക്കൽ നിയമങ്ങളും പരിഗണിക്കുമ്പോൾ ഈ കുട്ടിയെ നിങ്ങൾക്ക് നിയമപരമായി ദത്തെടുക്കാൻ കഴിയില്ല. റോസിക്ക് തോമസ് കുട്ടിക്ക് അത് മുഖത്തേറ്റ അടിപോലെയായിരുന്നു. പക്ഷെ ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ തോമസ് കുട്ടി വാതിൽ തുറന്നപ്പോൾ അവിടെ സിറ്റ് ഔട്ടിൽ ഒരു ചാക്കകെട്ട് പോലെ എന്തോ ഇരിക്കുന്നതായി ശ്രദ്ധിച്ചു. അടുത്ത് ചെന്നപ്പോൾ അത് അനങ്ങുന്നത് കണ്ടു. കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നപ്പോൾ അതിൽ നിന്നൊരു തേങ്ങൽ പുറത്തു വന്നു. പെട്ടെന്ന് തോമസ് കുട്ടി അലറി വിളിച്ചു, റോസി, റോസി. പെട്ടെന്ന് പുറത്തേക്ക് വന്ന റോസി ആ കാഴ്ച കണ്ട് അമ്പരന്നു. അന്ന് അവളുടെ കയ്യിൽ നിന്നും ശിശുക്ഷേമ സമിതി കൊണ്ടുപോയ പെൺകുട്ടിയായിരുന്നു അത്, അവളുടെ ആഷ്ലി. അവളെ ദത്തെടുക്കാൻ ആരും തയ്യാറാകാതിരുന്നത് കൊണ്ട് അവളെ സംരക്ഷിക്കാനാക്കിയിരുന്ന അഗതി മന്ദിരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിയതാണ് അവൾ. മോളെ, നീ എങ്ങനെ ഇവിടെ വന്നു? വികാരത്തള്ളലിൽ വിക്കി വിക്കി റോസ് ചോദിച്ചു. ചേച്ചി എന്നെ ഇവിടെയാക്കി പോയി. നിന്റെ ചേച്ചിമാർ ഇപ്പോൾ എവിടെയാണ്? റോസ് ചോദിച്ചു. അഗതി മന്ദിരത്തിൽ തന്നെയുണ്ട്. ഞങ്ങളെ ആവശ്യപ്പെട്ട് ആരും വന്നില്ല. വളരെ വിഷമത്തോടു കൂടി അവൾ പറഞ്ഞു. എന്റെ ജീവിതമെങ്കിലും മെച്ചപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവർ എന്നെ ഇവിടെയാക്കി. അമ്മ എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അമ്മ, ആ വാക്ക് അവളുടെ നെഞ്ചിൽ അലിയിച്ചു കളഞ്ഞു. പിന്നീട് പലരും അവളെ റോസിയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചെങ്കിലും ആഷ്ലി അതൊന്നും വകവെച്ചില്ല. കോടതിയുടെ പ്രത്യേക അനുമതിയോടെ ആഷ്ലി അവളെ താമസമാക്കി ഒരു മകളെ പോലെ. വർഷങ്ങൾ കടന്നുപോയി. 20 വർഷം ആഷ്ലി അവരുടെ സ്നേഹത്തിൽ വളർന്നു. ഇപ്പോൾ അവൾ ഒരു യുവതിയായി മാറിയിരിക്കുന്നു, സുന്ദരിയും. സമയം കടന്നുപോയത് റോസി അറിഞ്ഞില്ല. തോമസ് കുട്ടി ഉറക്കെ സംസാരിക്കുന്നത് കേട്ടാണ് റോസിക്ക് പരിസര ബോധം ഉണ്ടായത്. വന്ന് വണ്ടിയിൽ കയറ്, വീണ്ടും മഴ വരുന്നുണ്ട്. ചെറുക്കനെയും പെണ്ണിനെയും വിളിച്ച് വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ തോമസ് കുട്ടി പറഞ്ഞു. വണ്ടിയിൽ ആഷ്ലി അവരോട് പറഞ്ഞു, അമ്മയ്ക്കൊരു രഹസ്യം അറിയണോ? രഹസ്യമോ? വളരെ ആകാംക്ഷയോടെ റോസ് ചോദിച്ചു. അത് ഇതുവരെ പറയാതിരുന്നൊരു രഹസ്യം, ഞാൻ പറയട്ടെ? ആഷ്ലി ചിരിച്ചുകൊണ്ട് രാഹുലിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. ആഷ്ലി സ്വന്തം മകള് അല്ലെന്നുള്ള രഹസ്യം അവൾ രാഹുലിനോട് പറഞ്ഞിരിക്കുമോ എന്നവർ ഭയപ്പെട്ടു. അമ്മേ, രാഹുൽ ചേച്ചിമാരുടെ കൂടെ അഗതി മന്ദിരത്തിനടുത്ത് അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ ചേച്ചിമാരെ കാണാൻ പോകുമ്പോഴൊക്കെ രാഹുലിനെ അവിടെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ പരിചയത്തിൽ നിന്നാണ് രാഹുലിനെ കുറിച്ച് അറിഞ്ഞത്. രാഹുലിന്റെ അച്ഛനും അമ്മയും അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ കാണാതായതാണ്. ഞാൻ പറയാതെ തന്നെ രാഹുലിന് എല്ലാ ചരിത്രവും അറിയാം. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ എന്നെ ഇഷ്ടപ്പെട്ടതും വിവാഹം കഴിക്കാൻ സമ്മതിച്ചതും. അവന്റെ കൂട്ടർക്കും അതെല്ലാം അറിയാം. അങ്ങനെ അധികം ആളുകൾ ഇല്ലെന്ന് മാത്രം. അതുകൊണ്ടാണ് രാഹുൽ വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോരാൻ സമ്മതിച്ചത്. ആഷ്ലി പറഞ്ഞ കഥ കേട്ട് തോമസ് കുട്ടി അത്ഭുത സ്തബ്ധനായി. 20 വർഷക്കാലം താൻ രഹസ്യമാക്കി വെച്ച കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ മണ്ടത്തരം ഓർത്ത് അയാൾ ഉള്ളിൽ പുഞ്ചിരിച്ചു. മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. വണ്ടി മുന്നോട്ട് ചെന്ന് കുറെ കഴിഞ്ഞപ്പോൾ വെള്ളക്കെട്ടിൽ പെട്ടു. അപ്പോൾ റോസിയുടെ മനസ്സിൽ പഴയ സംഭവം ഓർമ്മ വന്നു. ആ പഴയ കുടിലും അതിലെ അലർച്ചയും. ആ കുടിലെങ്കിലും അവിടെ ഉണ്ടാകുമെന്ന് കരുതി അവളുടെ കണ്ണുകൾ പരതി. പക്ഷേ കടൽ കയറിയ കര പോലെ ആ പ്രദേശമായ ആകെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നിരുന്നു. അതിനിടയിൽ സാമാന്യം നല്ല ഒരു കെട്ടിടത്തിന് മുന്നിൽ ഒരു ബോർഡ് അവൾ വായിച്ചു. സ്നേഹതീരം, അഗതികൾക്കൊരു അഭയ കേന്ദ്രം.